സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഇന്നിങ്സ് അല്ലേ ആ ബാറ്റിൽ നിന്ന് പിറന്നത്, അല്ലേ? നമ്മളെല്ലാവരും കാത്തിരുന്നില്ലേ ഒരു ഇന്നിങ്സ് ഇങ്ങനത്തെ കാണാൻ വേണ്ടിയിട്ട്? ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ്, അതും ഇത്തരം വലിയൊരു കളിയിൽ, വേൾഡ് കപ്പ് പോലത്തെ ഒരു കളിയിൽ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ്, അല്ലേ? ഈ കളി ജയിച്ചാൽ മാത്രമേ നമുക്ക് വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ കടക്കാൻ പറ്റൂ, ഫൈനലിൽ കടക്കാൻ പറ്റൂ. അതേപോലെ തന്നെ അഭിഷേക് ശർമ്മ ഔട്ടായി, ഇഷാൻ കിഷൻ ഔട്ടായി, സൂര്യകുമാർ യാദവ് ഔട്ടായി, അതേപോലെ തന്നെ ആ, തിലക് വർമ്മ ഔട്ടായി, ഹർദിക് പാണ്ഡ്യ ഔട്ടായി, പിന്നെ വരുന്ന ആരാണ്? ശിവൻ ദുബൈ. പക്ഷെ ഇത്രയും വിക്കറ്റ് പോയിട്ടും സഞ്ജു അവിടെ നിന്നു, അല്ലേ? സഞ്ജുവിനെ കുറിച്ച് നമ്മുടെ ലെജൻഡ്സ് ക്രിക്കറ്റർ എന്താ പറയുന്നതെന്നൊന്ന് കേട്ടു നോക്ക്. What an inning from Sanju Samson. It was outstanding. I never seen Sanju Samson playing this kind of inning. जिस तरह से स्पिन को खेला, जिस तरह से एक सबसे बड़ी बात थी संजू सैमसन की इस इनिंग में 12 ओवर के बाद 19 ओवर तक एक भी शॉट हवा में नहीं खेला. विकेट गिर रही थी सामने की तरफ, तिलक को मारने दिया बड़ा शॉट, हार्दिक थोड़ी देर के लिए आया, फिर शिवम दुबे आए, लेकिन जब तक 20वीं ओवर नहीं आई तब तक गेंद हवा में नहीं खिला. इतनी रिस्पॉन्सिबिलिटी, इतनी मेच्योरिटी इस बड़े नॉकआउट मुकाबले में भारत के लिए दिखाते हुए संजू सैमसन ने अपने करियर की सबसे बेहतरीन पारी खेली. वेल डन संजू, वेल डन टीम इंडिया, गुड लक फॉर द सेमीफाइनल. കണ്ടില്ലേ നമ്മുടെ ഇർഫാൻ പത്താൻ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത്? 12 ഓവർ കഴിഞ്ഞതിന് ശേഷം സഞ്ജു ഒരു ബോൾ പോലും പൊക്കി അടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം എയറിലൂടെ, കാരണം വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും വളരെ കെയർ ചെയ്തിട്ട് ആ ഇമ്പോർട്ടൻ്റ് ആണ്, ആ വിക്കറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടാണ് കളിച്ചതെന്നാണ് ഇർഫാൻ പത്താൻ പറയുന്നത്, അല്ലേ? എത്ര കാലമായി ഇത്ര ഒരു ഇന്നിങ്സ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ സെഞ്ചുറി അടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ്, അതും ഇത്തരം ഒരു വേൾഡ് കപ്പിൽ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇത് കാത്തിരുന്ന ഒരു കളിയായിരുന്നു അവൻ്റെ. കാരണം സഞ്ജുവിനെ എന്ന് പറയുമ്പം ഒരു കുഞ്ഞുനാളിലെ തൊട്ട് അറിയാവുന്നത് കൊണ്ടാണ്. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയം കാലം തൊട്ട് കണ്ടിട്ടുണ്ട്. പണ്ട് കളിക്കുന്ന സമയത്ത്, സഞ്ജു കളിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിൽ വന്നിട്ട് സഞ്ജു കളിക്കുന്ന കണ്ടിട്ടുണ്ട്, വിഴിഞ്ഞത്ത് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ സഞ്ജുവിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. പിന്നെ അതിലുപരി അവൻ നമ്മുടെ നാട്ടുകാരനാണ്, നല്ലൊരു ചെക്കനാണ്, ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു പയ്യനാണ്, ആരോടും അങ്ങനെ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാത്തൊരു പയ്യനാണ്. സ്വന്തം ഇതൊക്കെ തന്നെ ഉള്ളിലൊതുക്കിയിട്ട് കളിക്കാൻ വേണ്ടി എപ്പോഴും ഇതാക്കുന്ന ഒരു പയ്യനാണ്. അതൊക്കെ കൊണ്ട് തന്നെ സഞ്ജുവിനെ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സങ്ങ് സഞ്ജു കീഴടക്കി. കാരണം സഞ്ജുവിനെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്, കുഞ്ചു 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 എന്നൊക്കെ വിളിക്കുന്ന, കളിയാക്കുന്ന ഒരുപാട് ആൾക്കാർ. പക്ഷെ അവൻ എവിടെ നിന്നാണ് കയറി വന്നതെന്നൊന്നും ഇവർക്കറിയില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 11 പേർക്ക് മാത്രമാണ് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റുന്നത്. അതും തിരുവനന്തപുരത്തിൻ്റെ ഒരു മൂലയിൽ കിടക്കുന്ന തീരദേശ മേഖലയായ വിഴിഞ്ഞത്ത് നിന്നും അവന് കടപ്പുറത്ത് നിന്ന് കളിച്ചിട്ടാണ് അങ്ങ് ഇന്ത്യൻ ടീമിൻ്റെ ടോപ്പിൽ കയറി കളിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, അവൻ എന്തത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, എന്തത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവൻ അവിടം വരെ എത്തിയത് സഞ്ജു, അല്ലേ? സഞ്ജുവിനെ കളിയാക്കാൻ നമുക്കൊക്കെ എന്താ ഉള്ളത്? നമുക്കൊക്കെ എന്താ സഞ്ജുവിനെ കളിയാക്കാനുള്ള ഇതിരിക്കുന്നത്? ഒരു ഒരു അംശം പോലും ഇല്ലല്ലോ. അവർ കളിച്ചാലും ഔട്ടായാലും അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇതുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവിടം വരെ എത്തിയെന്നറിയോ? അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, യുദ്ധമൊക്കെ തന്നെയാണ്, പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സഞ്ജു ഒന്ന് അടിച്ചെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്.